ചായക്കടയിൽ ചായ കുടിക്കാനിരുന്ന ഗംഗാധരൻ ഹരീഷ് അങ്ങോട്ട് ഒരു വണ്ടി നേരെയാക്കാൻ വരുന്നത് കാണുന്നുണ്ട്. അയാളെ കല്യാണത്തിന്റെ വിശേഷങ്ങളൊക്കെ ചായക്കടക്കാരനോട് പറയുന്നതിനിടയിലെ സുഭാഷിന് പെണ്ണ് ചോദിച്ച് ഹരീഷും സുധീഷും ഒക്കെ അവരുടെ വീട്ടിലേക്ക് വന്ന കാര്യം പറയുന്നുണ്ട്. സുനന്ദയുടെ കല്യാണത്തിന് മുന്നേ സുഭാഷിന്റെ കല്യാണം നടത്തുമെന്ന് വെല്ലുവിളിച്ച് നാട് മുഴുവൻ പെണ്ണ് കണ്ട് നടന്നു എന്നിട്ട് എവിടുന്ന് ഒരു പെണ്ണും കിട്ടിയില്ല എന്നൊക്കെ അയാൾ പറയുമ്പോൾ ദേഷ്യത്തോടെ ഹരീഷ് അയാളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. നാട് മുഴുവൻ പെണ്ണ് കണ്ട് നടന്നിട്ട് വീട് കാണാൻ വന്നവരൊക്കെ തിരിച്ചോടിയ വഴിക്ക് പുല്ല് മുളച്ചില്ല എന്നാ കേട്ടെ എന്നും പറഞ്ഞ് ഗംഗാധരൻ അവനെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. ഹരീഷ് അപ്പോഴേക്കും ബൈക്കൊക്കെ നേരെയാക്കി കൊടുത്ത് കാശൊക്കെ വാങ്ങി നേരെ ഗംഗാധരന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അതെ, ഒന്നിങ്ങ് വരണം എന്നവൻ ഗംഗാധരനോടായി പറയുമ്പോൾ ഏയ് ഞാനൊന്നും വരുന്നില്ല എന്നയാളും പറയുന്നുണ്ട്. തനിക്ക് ഒറ്റയ്ക്ക് നാറണോ അല്ല നാട്ടുകാരുടെ മുന്നിൽ വെച്ച് നാറണോ? എന്തായാലും താനിന്ന് നാറും, അതെങ്ങനെ വേണമെന്ന് താൻ തന്നെ തീരുമാനിച്ചോ എന്നും പറഞ്ഞ് ഹരീഷ് കുറച്ച് അങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും ഗംഗാധരനും പെട്ടെന്ന് എഴുന്നേറ്റ് അവന്റെ പുറകെ പോവുകയാണ്. അതെ, നിങ്ങളുടെ വീട്ടിലെ കല്യാണം എങ്ങനെയാണ് നടന്നതെന്ന് നിങ്ങൾക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം. കല്യാണത്തലേന്ന് മതിലും ചാടി വന്ന് ഞങ്ങളുടെ സുഭാഷേട്ടനെ മാത്രമേ കല്യാണം കഴിക്കൂ എന്നും പറഞ്ഞ് കരഞ്ഞത് നിങ്ങളുടെ മരുമോളാ. അപ്പോഴേ ആ കല്യാണം നടന്നിരുന്നെങ്കിലേ ഞാൻ വെല്ലുവിളിച്ചത് നടക്കുമായിരുന്നു. നിങ്ങളൊക്കെ കൂടി കണ്ടുപിടിച്ച ആ വലിയ പണക്കാരനില്ലേ, ദുബായിലെ ഷെയ്ഖ്, അയാളെ വേണ്ടാന്ന് പറഞ്ഞിട്ടാ നിങ്ങളുടെ മരുമോള് ഞങ്ങളുടെ ചേട്ടനെ തേടി ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നത്. എന്റെ ചേട്ടൻ അവളെ തിരിച്ചയച്ചോണ്ടാ ഇപ്പൊ നിങ്ങൾക്ക് നാട്ടുകാരുടെ മുന്നിലിരുന്ന് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഞങ്ങളെ കുറിച്ച് പറയുന്ന നാട്ടുകാര് അതൊക്കെ തന്നെ നിങ്ങളെ കുറിച്ചും പറയാൻ തുടങ്ങിയേനെ. നിശ്ചയിച്ച് കല്യാണം മുടങ്ങി നിങ്ങൾ നാണം കേടണ്ടെന്ന് കരുതിയാ സുഭാഷ് ഏട്ടൻ സുനന്ദയെ തിരിച്ച് വീട്ടിലേക്ക് പറഞ്ഞയച്ചത്. എന്നിട്ട് ആ കല്യാണം നടന്നതിനെ പറ്റിയും ഞങ്ങൾ അങ്ങോട്ട് വലിഞ്ഞു കയറി വരുന്നതിനെ പറ്റിയൊക്കെ നാണമില്ലാതെ നിങ്ങളിങ്ങനെ ആൾക്കാരുടെ മുന്നിൽ വിളിച്ചു പറയുന്നുണ്ടല്ലോ. കഷ്ടം. ഈ കാര്യം ഇങ്ങനെ നിങ്ങളെ വിളിച്ച് മാറ്റി നിർത്തി പറയുന്നത് എന്റെ മര്യാദ. ഇതേ കാര്യം കുറച്ച് ഒച്ചത്തിൽ എല്ലാവരും കേൾക്കുമ്പോൾ ഞാൻ പറയട്ടെ എന്ന് ദേഷ്യത്തോടെ ഹരീഷ് ചോദിക്കുമ്പോൾ വേണ്ട എന്ന് അയാളും പറയുന്നുണ്ട്. ഈ വല്യച്ഛൻ കുല്യച്ഛൻ വയസ്സിന് മൂത്തവര് എന്ന മര്യാദയൊക്കെ സുഭാഷ് ഏട്ടനുണ്ടാവും, പക്ഷെ എനിക്കതൊന്നുമില്ല. വെറുതെ എന്റെ കൈക്ക് പണി ഉണ്ടാക്കി വയ്ക്കല്ലേ. കിളവനത് താങ്ങാൻ പറ്റൂല എന്നും പറഞ്ഞ് ഹരീഷ് ദേഷ്യത്തോടെ അവിടുന്ന് പോകുന്നുണ്ട്. അപ്പോഴേക്കും ചായക്കടക്കാരൻ എന്താ ഗംഗേട്ട ഒരു സ്വകാര്യം എന്ന് വിളിച്ചു ചോദിക്കുമ്പോൾ ഹേയ് ഒന്നുമില്ല എന്ന് ഗംഗാധരനും പറഞ്ഞൊപ്പിക്കുന്നുണ്ട്. അപ്പോഴേക്കും വീട്ടിലെ നിധിക്ക് ഒരു കോൾ വരുന്നുണ്ട്. നിധി കോൾ എടുക്കുമ്പോഴേക്കും ഹലോ നിധി അല്ലേ എന്നൊരാൾ ചോദിക്കുന്നുണ്ട്. അതേന്ന് നിധി പറയുമ്പോൾ ഞാൻ KSCT കൺസ്ട്രക്ഷൻ കമ്പനിന്നാണ് വിളിക്കുന്നത്. ഫസ്റ്റ് റൗണ്ട് ഇന്റർവ്യൂ നിങ്ങൾ ക്ലിയർ ചെയ്തിരുന്നില്ലേ? സെക്കൻഡ് റൗണ്ട് ഇന്റർവ്യൂ നാളെ രാവിലെ 10 മണിക്കാ, കൃത്യസമയത്ത് റിപ്പോർട്ട് ചെയ്യണേ എന്നയാൾ പറയുമ്പോൾ നിധി സന്തോഷത്തോടെ സമ്മതിച്ചുകൊണ്ട് കോൾ കട്ട് ചെയ്യുന്നുണ്ട്. രാത്രിയാകുമ്പോൾ സുധീഷിന്റെ കാറിൽ ഹരീഷും സുധീഷും കൂടി വീട്ടിലേക്ക് വരികയാണ്. എടാ, സുഭാഷ് ഏട്ടൻ ആകെ ടെൻഷനില്ല. നിധി കുറച്ചു നേരത്തെ വിളിച്ചു പറഞ്ഞിരുന്നു സുഭാഷ് ഏട്ടൻ ആകെ വിഷമത്തിലാന്ന് എന്നവൻ പറയുമ്പോൾ ഇനിയിപ്പോൾ വിഷമിച്ചിട്ട് എന്താ കാര്യം, നടക്കേണ്ടതൊക്കെ നടന്നില്ലേ എന്ന് ഹരീഷും പറയുന്നുണ്ട്. ശരിയാണ്, ഈ സങ്കടത്തിലൊക്കെ എനിക്കൊരാശ്വാസം കിട്ടുന്നത് എന്താണെന്നറിയോ? നിധിക്ക് വിഷമം വരുമ്പോൾ ആദ്യം വിളിക്കുന്നത് തന്നെയാ. അതിലൊരു ചെറിയ സന്തോഷം എന്ന് സുധീഷ് പറയുമ്പോൾ സംശയത്തോടെ അവനെ നോക്കുന്ന ഹരീഷിനെ നോക്കിക്കൊണ്ട് എടാ എന്ന് വെച്ച് സുഭാഷ് ഏട്ടന്റെ സങ്കടത്തിൽ എനിക്ക് വിഷമമില്ല എന്നൊന്നും അല്ലാട്ടോ. നിധിയുടെ കാര്യം വരുമ്പോൾ ചെറിയൊരു സന്തോഷം, അത്രേ ഉള്ളൂ എന്ന് സുധീഷും പറയുന്നുണ്ട്. എനിക്കും സുഭാഷ് ഏട്ടന്റെ കാര്യത്തിൽ തന്നെ ടെൻഷൻ, നേരത്തെ ഞാനും അത് ആലോചിക്കായിരുന്നു എന്ന് ഹരീഷും പറയുന്നുണ്ട്. എടാ, ഇനി വീട്ടിൽ പോയി ഇതിന്റെ കാര്യമൊന്നും സംസാരിക്കണ്ട കേട്ടോ. സുഭാഷ് ഏട്ടൻ ജോലിക്ക് പോയി നേരത്തെ വന്നു എന്നാ നിധി പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞ് നിധിയുടെ മുന്നിൽ കരഞ്ഞു അത്രേ. ഇനി നമ്മളായിട്ട് അതിനെക്കുറിച്ച് സംസാരിച്ച് വീണ്ടും വിഷമിപ്പിക്കണ്ട എന്ന് സുധീഷ് പറയുമ്പോൾ ശരിയെന്ന് ഹരീഷും തലകുലുക്കി സമ്മതിക്കുന്നുണ്ട്. പെട്ടെന്ന് അവൻ കാറിന്റെ ഉള്ളിലേക്ക് നോക്കി എന്തോ മണം പിടിക്കുന്നുണ്ട്. അവൻ കാറിന്റെ ബാക്ക് സീറ്റിലേക്ക് നോക്കുമ്പോൾ അവിടെ കുറെ പാർസൽ ഇരിക്കുന്ന കണ്ട് ഇത് ഫുഡാണോ എന്ന് സുധീഷിനോട് ചോദിക്കുമ്പോൾ അതേന്ന് സുധീഷും പറയുന്നുണ്ട്. കുറെ ഉണ്ടല്ലോ എന്നവൻ പറയുമ്പോൾ രാത്രിയൊക്കെ എല്ലാവർക്കും വേണ്ടേ, അതുകൊണ്ട് കുറച്ചധികം തന്നെ വാങ്ങിച്ചു. എല്ലാവരും ടെൻഷൻ അടിച്ച് ആകെ വല്ലാത്ത മൂഡിലിരിക്കല്ലേ. വിഷമം വന്നാൽ ഓവർകം ചെയ്യാൻ ബെസ്റ്റ് വേ നല്ല അടിപൊളി ഫുഡ് അടിക്കല. നല്ല ഫുഡ് കഴിച്ചാൽ തന്നെ പകുതി വിഷമം മാറും. ഫ്രൈഡ് റൈസ് ഉണ്ട്, ഗ്രിൽഡ് ചിക്കൻ ഉണ്ട്, റുമാൽ റൊട്ടി ഉണ്ട്, അങ്ങനെ കുറെ സാധനങ്ങൾ ഞാൻ വാങ്ങിയിട്ടുണ്ട് എന്ന് സുധീഷ് പറയുമ്പോൾ അതൊക്കെ കേട്ട് ഒരതിശയത്തോടെ ദൈവമേ, സുധീഷ് ഏട്ടൻ തന്നെയാണോ ഇതൊക്കെ പറയുന്നത്? കാശ് കൊടുത്ത് അങ്ങനെയൊന്നും വാങ്ങുന്ന ആളല്ലല്ലോ എന്ന് ഹരീഷ് പറയുമ്പോൾ അതേടാ, എന്റെ അമ്മാവന്റെ കടയാണല്ലോ, കാശ് കൊടുക്കാതെ വാങ്ങാൻ. കാശ് എണ്ണി കൊടുത്തിട്ട് തന്നെയാ ഞാൻ ഇത് വാങ്ങിയിട്ട് വന്നേ എന്ന് സുധീഷ് പറയുമ്പോൾ ഇതുവരെ അങ്ങനെയുള്ള തഴക്കൊന്നും കണ്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ എന്ന് ഹരീഷും പറയുന്നുണ്ട്. എടാ, നിങ്ങളൊക്കെ കൂടി എന്നെ അങ്ങനെ സ്റ്റാമ്പ് ചെയ്ത് വെച്ചിരിക്കല്ലേ, കാൽ കാശ് ചെലവാക്കാത്തവനാണെന്ന് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എന്ന് സുധീഷ് പറയുമ്പോൾ അത് പിന്നെ ശരിയല്ലേ. വീട്ടിലെ എന്തെങ്കിലും ഒരു കാര്യത്തിന് സുധീഷ് ഏട്ടൻ കാശ് തന്നിട്ടുണ്ടോ? കാശിന് എപ്പോഴെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ സുധീഷ് ഏട്ടൻ അവിടുന്ന് നൈസായിട്ട് സ്കൂട്ടാവല്ലേ പതിവ് എന്ന് ഹരീഷ് പറയുമ്പോൾ എടാ ചെറുക്ക, നീയാണല്ലോ പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് സുധീഷ് പറയുന്നുണ്ട്. എനിക്ക് കഴിയുന്നത് പോലെ ഞാൻ എല്ലാം ചെയ്യാറുണ്ട് എന്ന് ഹരീഷ് പറയുമ്പോൾ ഞാനും ചെയ്യാറുണ്ട് എന്ന് സുധീഷും പറയുന്നുണ്ട്. ഒരു മുട്ടു സുജി പോലും വാങ്ങിയിട്ടില്ല എന്ന് ഹരീഷ് പറയുമ്പോൾ ചെറുക്ക, വെറുതെ എന്നോട് കണക്ക് പറയാൻ നിൽക്കല്ലേ എന്ന് സുധീഷും ദേഷ്യത്തോടെ പറയുന്നുണ്ട്. വലിയ ഡയലോഗ് അടിച്ചപ്പോൾ പറഞ്ഞതാ എന്ന് ഹരീഷ് പറയുമ്പോൾ നീ പോട ചെറുക്ക എന്ന് സുധീഷും പറയുന്നുണ്ട്. താൻ പോടോ എന്ന് ഹരീഷും ദേഷ്യത്തോടെ തിരിച്ചു പറയാണ്. അവിടെ വീട്ടില് സുഭാഷിനെ വിളിച്ചിരുത്തി എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കാണ് നികേഷ്. ഞങ്ങളുടെ കോളേജിലും ഇങ്ങനെ ഒരു കാര്യം നടന്നിരുന്നു.
അതെന്താണെന്ന് വെച്ചാൽ എന്നവൻ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും സുഭാഷ് അവിടുന്ന് എഴുന്നേൽക്കുന്നത് കണ്ട് പറയുന്നത് കേൾക്ക് സുഭാഷ് ഏട്ടാ എന്ന് നികേഷ് പറയുന്നുണ്ട്. എടാ നീ പറയുന്നതും കേട്ടിട്ട് എനിക്ക് അടുക്കളയിൽ പണിയില്ലേ, എന്റെ പണിയൊക്കെ ആരെടുക്കും എന്ന് സുഭാഷ് പറയുമ്പോൾ എന്റെ സുഭാഷ് ഏട്ടാ ഒന്ന് കേൾക്ക്, എനിക്കാണെങ്കിൽ കുറെ എന്നവൻ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും കാറിന്റെ ഹോൺ അടി കേൾക്കുന്നുണ്ട്. കാറിൽ നിന്ന് സുധീഷും ഹരീഷും പാഴ്സലൊക്കെ എടുത്ത് ഇറങ്ങി അകത്തേക്ക് വരികയാണ്. എന്താടാ ഇതൊക്കെ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഇവിടുത്തെ ഭക്ഷണം കഴിച്ച് മടുത്തു, അതുകൊണ്ട് കുറച്ച് ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ, റുമാൽ റൊട്ടി, ഗ്രിൽഡ് ചിക്കൻ അതൊക്കെ വാങ്ങിയതാ എന്ന് സുധീഷ് പറയുമ്പോൾ എന്തിനാടാ ഇങ്ങനെ കാശ് വേസ്റ്റ് ആക്കുന്നേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഇത്രയും കാലത്തിനിടക്ക് ഇത് ആദ്യമായിട്ടല്ലേ സുഭാഷ് ഏട്ടാ, അതെങ്കിലും ഒന്ന് ചെലവാക്കട്ടെ എന്ന് ഹരീഷും പറയുന്നുണ്ട്. സുഭാഷ് ഏട്ടാ പ്ലേറ്റ് എടുത്തിട്ട് വന്നേ, ഞാനിത് എടുത്തു വെക്കാം എന്ന് സുധീഷ് പറയുമ്പോൾ ആദ്യം പോയി കൈ കഴുകിയിട്ട് വാ, പ്ലേറ്റ് ഞാൻ എടുത്തു വെക്കാം എന്ന് പറഞ്ഞ് നിധി അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. അത് കേട്ട് ഹരീഷും സുധീഷിനോടായി എടാ വൃത്തികെട്ടവനെ, ഭക്ഷണത്തിന് മുന്നിലെങ്കിലും വൃത്തിയായി വന്നിരിക്കടോ എന്നാ ഏട്ടത്തെ ഉദ്ദേശിച്ചത് എന്ന് പറയുമ്പോൾ പോടാ എന്ന് ഹരീഷിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. ഞാൻ ഏതായാലും കൈ കഴുകാൻ പോവാ എന്ന് പറഞ്ഞ് ഹരീഷ് പോകുമ്പോൾ സുധീഷും പുറകെ തന്നെ പോകുന്നുണ്ട്. പിന്നീട് എല്ലാവരുടെയും പ്ലേറ്റിലേക്ക് വിളമ്പിക്കൊടുത്ത് എല്ലാവരും കഴിക്കാനിരിക്കുമ്പോൾ എനിക്ക് വേണ്ടടാ എന്ന് സുഭാഷ് പറയുന്നുണ്ട്. ഹരീഷും സുധീഷും അവനെ നിർബന്ധിക്കുമ്പോൾ സുഭാഷും തന്റെ പ്ലേറ്റ് എടുത്ത് വെറുതെ ചോറ് കുഴച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നാളെയല്ലേ സെക്കൻഡ് റൗണ്ട് ഇന്റർവ്യൂ എന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ട്. അതെ എന്ന് നിധി പറയുമ്പോൾ ഒരു ജോലിക്ക് എത്ര ഇന്റർവ്യൂവാ, ഒന്ന് പോരെ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ ഓരോ കമ്പനികളിൽ 3-4 ഇന്റർവ്യൂ കഴിഞ്ഞ ആളെ എടുക്കൂ എന്ന് നിധിയും പറയുന്നുണ്ട്. അപ്പോഴേക്കും ഹരീഷും നികേഷിനോടായി എടാ നികേഷേ എല്ലാം കേട്ട് വെച്ചോ, ഇനി നീ ആ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യേണ്ട ആള് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അച്ഛൻ ഒരു പാട്ടൊക്കെ പാടിക്കൊണ്ട് തൻ്റെ സൈക്കിളിൽ അങ്ങോട്ട് വരുന്നുണ്ട്. വീട്ടിലേക്ക് കയറി വന്ന അച്ഛൻ അവർ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഓ എന്താടാ ഡൈനിങ് ടൈമാണോ എന്ന് ചോദിച്ചുകൊണ്ട് നിധിയോടായി മോളെ എൻ്റെ പാഴ്സൽ ഇങ്ങോട്ട് തന്നേ എന്ന് പറയുന്നുണ്ട്. നിധി പെട്ടെന്ന് ഒരു പാഴ്സൽ എടുത്ത് അച്ഛനെ കൊണ്ടു കൊടുക്കുകയാണ്. ഓഹോ CB ചിക്കൻ ബിരിയാണി, മൈ സൺസ് ഈറ്റ് വെൽ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ പുറത്തെ കട്ടിലിരുന്ന് ബന്ധുവാര് ശത്രുവാര് പാട്ടും പാടിക്കൊണ്ട് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോഴേക്കും നികേഷും സുധീഷിനോടായി സുധീഷ് ഏട്ടാ സുഭാഷ് ഏട്ടൻ ഇന്ന് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, തലവേദനയാണെന്നും പറഞ്ഞ് ഒന്നും കഴിക്കാതിരിപ്പായിരുന്നു എന്ന് പറയുമ്പോൾ സുഭാഷ് ഏട്ടാ എന്ന് സുധീഷ് വിളിക്കുന്നുണ്ട്. സുഭാഷ് അതൊന്നും ശ്രദ്ധിക്കാതെ ഭക്ഷണത്തിലേക്ക് തന്നെ നോക്കിയിരിപ്പാണ്. അവൻ ഒന്നുകൂടി ഒന്ന് ഉറച്ച് സുഭാഷ് ഏട്ടാ എന്ന് വിളിക്കുമ്പോൾ സുഭാഷ് ഒരു ഞെട്ടലോടെ അവനെ നോക്കി എന്താടാ എന്ന് ചോദിക്കുന്നുണ്ട്. കുറവുണ്ടോ എന്നവൻ ചോദിക്കുമ്പോൾ എന്ത് എന്ന് സുഭാഷും സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. അല്ല തലവേദനയാന്ന് ഇവൻ പറഞ്ഞു എന്ന് നികേഷിനെ ചൂണ്ടിക്കൊണ്ട് പറയുമ്പോൾ ഇപ്പൊ കുറവുണ്ട് എന്ന് സുഭാഷും പറയുന്നുണ്ട്. ഓക്കെ അല്ലേ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ എങ്ങനെ ഓക്കെ ആവാനാടാ, സുഭാഷ് ഏട്ടൻ സ്നേഹിച്ച പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞ ദിവസമല്ലേ ഇന്ന്, ആ ടെൻഷനൊക്കെ മാറാൻ എന്തായാലും കുറച്ച് സമയം എടുക്കും എന്ന് സുധീഷും പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് സുധീഷും നികേഷും എന്തോ തമ്മിൽ രഹസ്യം പറഞ്ഞുകൊണ്ട് അവിടുന്ന് എഴുന്നേറ്റ് പോകാൻ ഒരുങ്ങുന്നുണ്ട്. എങ്ങോട്ടാ എന്ന് നിധി ചോദിക്കുമ്പോൾ സുഭാഷ് വി ആർ ഗോയിങ് ടു ഗിവ് യു എ ബിഗ് സർപ്രൈസ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പോവാണ്. പിന്നീട് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് സുഭാഷ് ഏട്ടാ ദിസ് ഈസ് ഫോർ യു ലൈറ്റ് ആൻഡ് മ്യൂസിക് എന്ന് പറയുമ്പോഴേക്കും സൂപ്പർ ഒരു പാട്ടൊക്കെ വെച്ച് അതിനകത്ത് ഡാൻസ് ചെയ്യുന്ന ഹരീഷിനെയും നികേഷിനെയും സുധീഷിനെയൊക്കെയാണ് കാണിക്കുന്നത്. നിധിയും സുഭാഷും അവിടെ ഇരുന്ന് അത് ആസ്വദിച്ച് നോക്കുന്നുണ്ട്. നിധിയുടെ ഒരു ഷാളും ചുറ്റി പെൺവേഷത്തിലാണ് സുഭാഷിനെയും അവർ 3 പേരും കൂടി വന്ന് ഡാൻസ് കളിക്കാനായി കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. അവർ 4 പേരും കൂടി ഡാൻസ് ചെയ്യുമ്പോഴേക്കും അച്ഛനും പെട്ടെന്ന് അങ്ങോട്ട് ഞാനല്ലാതെ ആരാ ഇവിടെ പാട്ട് വെച്ചേ എന്നും ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട്. അവർ 4 പേരും ഡാൻസ് ചെയ്യുന്നത് കണ്ട് എന്തൊക്കെ പേക്കൂത്താടാ ഇത്, നിർത്ത് എന്ന് അച്ഛൻ പറയുമ്പോൾ പെട്ടെന്ന് സുധീഷ് പാട്ട് ഓഫ് ചെയ്യുന്നുണ്ട്. ഇതാണോടാ പാട്ട്, ഏത് കാലത്തെ പാട്ടാ ഇത്, നല്ലൊരു പാട്ട് വെച്ചേ, എങ്ങനെയാ ഡാൻസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം എന്നും പറഞ്ഞുകൊണ്ട് അച്ഛനും അവരുടെ ഇടയിലേക്ക് പോകുന്നുണ്ട്. സുധീഷ് വേറൊരു അടിച്ചുപൊളി പാട്ട് വയ്ക്കുമ്പോഴേക്കും അച്ഛനും അവരുടെ ഇടയിൽ നിന്ന് ഡാൻസ് കളിക്കാണ്. അച്ഛൻ എല്ലാവരെയും ഡാൻസ് ചെയ്യാൻ വിളിക്കുമ്പോൾ മക്കളും അച്ഛൻ്റെ കൂടെ ഡാൻസ് ചെയ്യുന്നുണ്ട്. തൊട്ടടുത്ത് നിന്ന് അതൊക്കെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്ന നിധിയോടായി വാമോളെ എന്നും പറഞ്ഞ് അച്ഛൻ നിധിയെയും ഡാൻസ് ചെയ്യാൻ കൂട്ടുന്നുണ്ട്. അങ്ങനെ അവർ എല്ലാവരും ചേർന്ന് അടിപൊളിയായി ഡാൻസ് ഒക്കെ ചെയ്ത് ആഘോഷിക്കുകയാണ്. ഇന്ന് രാവിലെ നിധിയോടൊപ്പം ഓഫീസിൽ ഇന്റർവ്യൂവിന് പോകാൻ ഒരുങ്ങാണ് സുധീഷ്. ഹരീഷ് അങ്ങോട്ട് വന്ന് എങ്ങോട്ടാ ഇങ്ങനെ ഒരുങ്ങിക്കെട്ടി എന്ന് സുധീഷിനോട് ചോദിക്കുമ്പോൾ നിധിയുടെ കൂടെ ഇന്റർവ്യൂവിന് പോകാൻ എന്ന് സുധീഷ് പറയുന്നുണ്ട്. അതിന് ഇയാളെന്തിനാ ഇങ്ങനെ ഒരുങ്ങുന്നേ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ അല്ല ഒരു ഓഫീസിലൊക്കെ പോകുന്നതല്ലേ, കുറച്ച് ഭംഗി ആയിക്കോട്ടെ എന്ന് കരുതി എന്ന് സുധീഷും പറയുന്നുണ്ട്. അപ്പോഴേക്കും നികേഷും കോളേജിൽ പോകാൻ റെഡിയായി അങ്ങോട്ട് വരുന്നുണ്ട്. വണ്ടി ഓടിക്കാനല്ലേ, അതിനെന്തിനാ ഇത്ര ലുക്ക് എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ ഞാനിത്തിരി ഭംഗിയായി മേക്കപ്പ് ചെയ്താൽ നിനക്ക് എന്താടാ കുഴപ്പം എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. എനിക്കെന്ത് വേണം, എനിക്ക് ജോലിക്ക് പോകണം, ഒന്ന് മാറി നിന്ന് ഞാനൊന്ന് മുടിച്ചിക്കട്ടെ എന്ന് പറഞ്ഞ് ഹരീഷും അങ്ങോട്ട് പോകുന്നുണ്ട്. മാറി നിൽക്കടാ, എൻ്റെ ഇത് കഴിഞ്ഞിട്ട് പോയാൽ മതി, ഞാനല്ലേ ആദ്യം വന്നേ എന്ന് സുധീഷ് പറയുമ്പോൾ എനിക്കൊരു മിനിറ്റ് മതിയെന്നേ, മുടി ചിക്കേ വേണ്ടു എന്ന് ഹരീഷും പറയുന്നുണ്ട്. എന്തായാലും എൻ്റെ ഇത് കഴിഞ്ഞിട്ട് മതി എന്നും പറഞ്ഞ് സുധീഷ് അവനെ സമ്മതിക്കാതെ മുടി ചീക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും സുഭാഷും നികേഷിന്റെ അടുത്ത് വന്നിരുന്നുകൊണ്ട് കാലിൽ എന്തോ കൊണ്ടു അവിടുന്ന് എന്നും പറഞ്ഞ് കാല് നോക്കുന്നുണ്ട്. നികേഷ് ഇവർ 2 പേരുടെയും അടി കണ്ട് സുഭാഷ് ഏട്ടാ ഇപ്പോൾ ഒരു അടി പൊട്ടാൻ സാധ്യതയുണ്ട്, അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ, 2 പേരും രാവിലെ തന്നെ തുടങ്ങി എന്ന് നികേഷ് സുഭാഷിനോടായി പറയുന്നുണ്ട്. കുറെ നേരമായി എനിക്ക് പോയിട്ട് വരെ ജോലിയുണ്ട് എന്ന് പറഞ്ഞ് ഹരീഷ് സുധീഷിന്റെ മുന്നിൽ കയറി നിൽക്കുമ്പോഴേക്കും സുധീഷ് അവനെ പിടിച്ച് തള്ളുന്നുണ്ട്.
ഇതൊക്കെ നോക്കി നിന്ന സുഭാഷും സുധീഷെ മതി വിടടാ, ഒരു കണ്ണാടി കൂടി വാങ്ങിക്കണമെന്ന് ഞാൻ അന്നേ കരുതിയതാ, ഇനിയിപ്പോൾ അത് പെട്ടെന്ന് വാങ്ങിക്കണം, എന്നാൽ പിന്നെ രാവിലെ കുറച്ച് സമാധാനമായിട്ട് ഇരിക്കാലോ എന്ന് സുഭാഷ് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവനല്ലേ എന്ന് സുധീഷും പറയുന്നുണ്ട്. ഇവന്മാരെന്താടാ ഇങ്ങനെ എന്ന് നികേഷിനെ നോക്കിക്കൊണ്ട് സുഭാഷ് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല, രാവിലെ തൊട്ടേ ഇങ്ങനെ എന്ന് നികേഷും പറയുന്നുണ്ട്. അപ്പോഴേക്കും ഹരീഷ് കണ്ണാടി നോക്കി മുടിച്ചിരിക്കുന്നത് കണ്ട് സുധീഷ് തൻ്റെ ഫോൺ എടുത്ത് എൻ്റെ കയ്യിലെ ഫോണുണ്ട്, ഞാൻ ഫോൺ നോക്കി ചെയ്യും എന്നും പറഞ്ഞ് അതവിടെ വെച്ച് അതിൽ നോക്കി മുടിയൊക്കെ നേരെയാക്കുന്നുണ്ട്. അവൻ മൊബൈലിലേക്ക് നോക്കിക്കൊണ്ട് എനിക്ക് നല്ല ഗ്ലാമർ ഉള്ളത് നിനക്ക് സഹിക്കുന്നില്ല അല്ലേ എന്ന് ഹരീഷിനോടായി ചോദിക്കുമ്പോൾ എൻ്റെ മുഖത്ത് നോക്കി തന്നെ ഇങ്ങനെ പറയണം എന്ന് ഹരീഷും പറയുന്നുണ്ട്. അപ്പോഴേക്കും സുഭാഷ് സുധീഷിൻ്റെ അടുത്തേക്ക് ചെന്ന് എടാ അവൾക്ക് ഇന്ന് ഇൻ്റർവ്യൂ ഉള്ളതല്ലേ, ഇനി ഇങ്ങനെ നിന്നാൽ അവൾക്ക് വൈകില്ലേ എന്ന് സുധീഷിനോട് ചോദിക്കുമ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്യാനാ, ഞാൻ റെഡിയാ, അവളല്ലേ വരാത്തത് എന്ന് സുധീഷും പറയുന്നുണ്ട്. അവൾ ഇതുവരെ റെഡിയായില്ലേ എന്നും പറഞ്ഞുകൊണ്ട് സുഭാഷ് അവളുടെ റൂമിൻ്റെ പുറത്ത് പോയി മോളെ നിധി എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും നിധിയും റെഡിയായി അങ്ങോട്ട് വരികയാണ്. നിധി സാരിയൊക്കെ എടുത്ത് സുന്ദരിയായി വരുന്നത് കണ്ട് സുധീഷും അവളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. ഏട്ടാ ഞാൻ പോട്ടെ എന്നവൾ ചോദിക്കുമ്പോൾ മോളെ ഒരു മിനിറ്റ് ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് സുഭാഷ് അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. നിധി നികേഷിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും ഏട്ടത്തി സാരി സൂപ്പർ എന്നവൻ പറയുന്നുണ്ട്. താങ്ക് യു എന്നവനോട് നിധിയും പറയുന്നുണ്ട്. ഏട്ടത്തി 10 മണിക്കല്ലേ ഇൻ്റർവ്യൂ എന്നവൻ ചോദിക്കുമ്പോൾ അതെ, ഇപ്പോൾ ഇൻ്റർവ്യൂ എടുക്കുന്നതോറും എന്തോ ഒരു ടെൻഷൻ എന്നവൾ പറയുന്നുണ്ട്. എന്തിനാ ടെൻഷൻ എന്നവൻ ചോദിക്കുമ്പോൾ സെക്കൻഡ് റൗണ്ട് കൂടുതൽ ടഫാവെന്നാ കൂട്ടുകാരൊക്കെ പറയുന്നേ എന്നവളും പറയുന്നുണ്ട്. അതൊക്കെ ഏട്ടത്തി കൂളായിട്ട് പാസ്സാവില്ലേ എന്ന് നികേഷും അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. സുധീഷ് അവളെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് ഹരീഷ് അങ്ങോട്ട് വന്ന് ഇപ്പം കണ്ടല്ലേ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെയുണ്ട് എന്നവനോടായി പറയുന്നുണ്ട്. സാരി ഉടുത്തപ്പോൾ എന്താ ഭംഗി, ഇതും കൂടി മൂന്നാമത്തെ തവണയാ സാരി ഉടുത്ത് കാണുന്നേ, പക്ഷെ എപ്പോഴും ആദ്യമായി കാണുന്ന പോലെ എന്നവൻ പറയുമ്പോൾ ഓ ഇതിനൊക്കെ ഞാൻ ഇനി എസ് പറയണമായിരിക്കും എന്ന് ഹരീഷും പറയുന്നുണ്ട്. അപ്പോഴേക്കും സുഭാഷ് ഒരു പ്ലേറ്റിൽ ബ്രേക്ക്ഫാസ്റ്റുമായി അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. കഴിക്കുമോളെ എന്നവൻ പറയുമ്പോൾ വേണ്ട ഏട്ടാ ഇപ്പം തന്നെ വൈകി എന്നവളും പറയുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല, കഴിച്ചിട്ട് പോയാൽ മതി എന്നവൻ നിർബന്ധിക്കുമ്പോൾ അവൾ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. സുധീഷ് ആരും കാണാതെ തൻ്റെ ഫോൺ എടുത്ത് അവൾ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഫോട്ടോ എടുക്കുന്നുണ്ട്. അവൻ ആ ഫോട്ടോയിൽ തന്നെ നോക്കി നിൽക്കുമ്പോൾ ഹരീഷും അങ്ങോട്ട് വരുന്നുണ്ട്. അവൻ ഹരീഷിന് ആ ഫോട്ടോ കാണിച്ചു കൊടുക്കുമ്പോൾ ഓവറാക്കി ചാളാക്കല്ലേ എന്ന് ഹരീഷും അവനോട് പറയാണ്. നിധി പെട്ടെന്ന് മതിയെന്നും പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് നിർത്തി പ്ലേറ്റ് എടുത്ത് അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. അപ്പോഴേക്കും സുഭാഷും അങ്ങോട്ട് വന്ന് എന്താണ് ഇങ്ങനെ നിൽക്കുന്നത്, പോണ്ടേ ഇൻ്റർവ്യൂ വൈകില്ലേ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ റെഡി, അവൾ വരട്ടെ എന്ന് സുധീഷും പറയുന്നുണ്ട്. നിധി പോകാനൊരുങ്ങുമ്പോൾ മോളെ പ്രാർത്ഥിച്ചിട്ട് പോ എന്ന് സുഭാഷും പറയുന്നുണ്ട്. അവൾ പെട്ടെന്ന് വിളക്കിനടുത്ത് ചെന്ന് പ്രാർത്ഥിക്കാണ്. അപ്പോഴേക്കും സുധീഷും അവളുടെ പുറകെ പോയി നിന്ന് ഈശ്വര ഇന്നെന്തായാലും നിധിക്ക് ജോലി കിട്ടണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കുന്നതിനിടയിൽ ഇടം കണ്ടിട്ട് നിധിയെ നോക്കുന്ന സുധീഷിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ കിളിക്കൂടിൻ്റെ ബാക്കി വിശേഷങ്ങളും